ഹലോ നമസ്കാരം. നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം. നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഒനിയിലിൻ്റെ കേസിൽ തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരെയും സമീപിക്കുന്നത്. അങ്ങനെ പോയിട്ട് പെട്ടത് നമ്മുടെ അനീഷിൻ്റെ അടുത്താണ്. അതായത് സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് പെട്ടതുപോലെയായി. ആ സമയം നമ്മുടെ അനീഷ് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, എനിക്ക് ആ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് മസ്താനിയോടാണ്. എനിക്ക് ലക്ഷ്മിയോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. മസ്താനി ആ സമയത്തൊന്നും പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഒരു തേർഡ് പേഴ്സണോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു നമ്മുടെ അനീഷിൻ്റെ മറുപടി. എനിക്ക് ലക്ഷ്മിയുടെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. അത്രമേൽ ലക്ഷ്മിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്താനിയുടെ അടുത്ത് പോയി സംസാരിച്ചോളാം. അതുകൊണ്ട് ലക്ഷ്മിക്ക് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് അപമാനിച്ച് വിട്ടിരിക്കുകയാണ് നമ്മുടെ അനീഷ്. എല്ലാവരും ലക്ഷ്മിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനുള്ള സ്പേസൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനീഷ് അവിടെ സൂചിമന കുത്താനുള്ള ഇട്ട വരെ നമ്മുടെ ലക്ഷ്മിക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് അനീഷിനൊരു ബ്രില്യൻറ്റ് ഗെയിമർ എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേട്ടോ.